ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യശാസ്ത്രത്തിന്റെ 3ാമത്തെ പാഠമാണ്. ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ ഹിന്ദി ഒഴികെയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിന്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD7 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചിത്രം 3.1 നോക്കൂ. ആരാണത്? മഹാത്മാഗാന്ധി അല്ലെ, ഗാന്ധിജി. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പൊ യങ് ഇന്ത്യ എന്നുള്ളതിൽ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മുകളിലെ ഉദ്ധരണി വായിച്ചുവല്ലോ. സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? അല്ല, അല്ലെ? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളാണ്. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയ ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തൂ. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, എന്തൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന പോയിന്റുകൾ നോക്കൂ. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം, നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്ന് ഉറപ്പുവരുത്തുക, സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തിന്റെ ഉന്നമനം എല്ലാ പൗരന്മാരുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കുന്നു. താഴെ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. വിലയിരുത്തുക. 1857 1ാം സ്വാതന്ത്ര്യ സമരം ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് സഹായകമായി. 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്താൻ സഹായകമായി.
വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായിരിക്കേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഭരണഘടനയുടെ മുൻഗാമി. ഇവിടെ ഒരു കുട്ടിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. നോക്കൂ, 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? നിങ്ങൾക്കുമില്ലേ ഇത്തരം ഒരു സംശയം? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ, അതായത് ആ 2.5 വർഷക്കാലം നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ, അതായത് 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ കണ്ടെത്തൂ. എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കൂ മക്കളെ. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങുന്നതായിരുന്നു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഭരണഘടന നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഇനി ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. സവിശേഷതകൾ ഒട്ടേറെ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അടുത്ത പ്രത്യേകത മൗലികാവകാശങ്ങൾ എന്നതാണ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണിവ. നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം ഇന്ത്യക്കുണ്ട്. അതുപോലെ അടുത്ത പ്രത്യേകതയാണ് ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്നറിയപ്പെടുന്നത്. പിന്നെ ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. താഴെ ഒരു ചോദ്യമുണ്ട്. ഭരണഘടനാ സവിശേഷതകൾ മുൻനിർത്തി ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കൂ.
നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിലെഴുതി കൊടുക്കേണ്ടത്. പാർലമെന്ററി ജനാധിപത്യ ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു എന്നതാണ്. പിന്നെ ജനങ്ങളുടെ പരമാധികാരം, രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണിത്. മൗലിക കടമകൾ, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണിവ. മാർഗനിർദ്ദേശ തത്വങ്ങൾ, സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണിവ. നിയമവാഴ്ച, എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യമാക്കപ്പെട്ട കോടതി സമ്പ്രദായം. ഫെഡറലിസം, അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണിത്. ഏക പൗരത്വം, രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. താഴെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അവയിൽ ശരിയായവയ്ക്ക് നേരെ നമ്മളുടെ സ്മൈലി ഇമോജി ഉണ്ടല്ലോ അതും, അല്ലാത്തവയ്ക്ക് നേരെ സാഡ് ഇമോജി അതും വരച്ചു ചേർക്കുക. ഓരോന്നായിട്ട് നോക്കാം. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. തെറ്റാണ് അല്ലെ? രണ്ടാമത്തെ, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരമുണ്ട്. അത് ശരിയാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഇമോജി വരച്ചു കൊടുക്കാം. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അതും ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അത് ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും. അത് തെറ്റാണ്. ഇന്ത്യക്കാർക്ക് ഓരോ രാജ്യക്കാർക്കും ആകെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. അത് ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. അതും ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അത് തെറ്റാണ്. നിയമങ്ങളുടെ ഉറവിടം, നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഇനി നമുക്കിവിടെ ചില നിയമങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തുക. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ബാലവേല നിരോധന നിയമം. അതുപോലെ തന്നെ ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. ഇതും കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അതിന് താഴെ ഒരു ചോദ്യമുണ്ട്, നോക്കൂ. കുട്ടികളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കാം? ചർച്ച ചെയ്യൂ. കുട്ടികൾ ഒരു രാജ്യത്തിന്റെ ഭാവിയാണ്. ആരോഗ്യകരവും വിദ്യാഭ്യാസ സമ്പന്നവും പുരോഗമനപരവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ ഭാവി രാഷ്ട്രത്തിന്റെ അടിത്തറയാണ്. അവർ വരാനിരിക്കുന്ന തലമുറയിലെ പൗരന്മാരെയും നേതാക്കളെയും പ്രൊഫഷണലുകളെയും പ്രതിനിധീകരിക്കുന്നു. അവരുടെ ക്ഷേമം സംരക്ഷിക്കുന്നത് രാജ്യത്തിന്റെ ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുന്നു. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്ക് പലപ്പോഴും സ്വയം സംരക്ഷിക്കാനോ അനീതിക്കെതിരെ സംസാരിക്കാനോ കഴിയില്ല. അവരുടെ സുരക്ഷയും വികസനവും ഉറപ്പാക്കാൻ പ്രത്യേക നിയമങ്ങളും അവകാശങ്ങളും ആവശ്യമാണ്. പിന്നെ അതുപോലെ ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം, ആരോഗ്യം, ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട്. അവ അവരുടെ അന്തസ്സിന് അടിസ്ഥാനപരമാണ്. വിദ്യാഭ്യാസത്തിനും കളിക്കുമുള്ള അവകാശം പോലുള്ള അവകാശങ്ങൾ കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും വൈകാരികമായും വളരുന്നതിന് അനുകൂലമായ അന്തരീക്ഷം നൽകുന്നു. ഒരു കുട്ടിയും ഉപേക്ഷിക്കപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഭരണഘടന കുട്ടികളുടെ സംരക്ഷണ പ്രകാരം അനുശാസിക്കുന്നു. ഇനി അവിടെ നിങ്ങൾക്കൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ
ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവർത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. താഴെ ഒരു ചോദ്യമുണ്ട്. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തി ബോധവൽക്കരണത്തിന് വേണ്ട ലഘുലേഖ തയ്യാറാക്കൂ. ലഘുലേഖ മക്കൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കണം. ടീച്ചർ അതിന് നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ. നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം. നോക്കൂ, നമുക്ക് അവിടെ ഒരു ട്രീയുടെ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. നാനത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. പ്ലക്കാർഡിൽ എഴുതാം. താഴെ ഒരു ചോദ്യമുണ്ട്. ഭരണഘടനാ ധർമ്മങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി റിപ്പബ്ലിക് ദിന റാലിക്കുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ഭരണഘടന പൗരാവകാശത്തിന്റെ കാവലാൾ. ഇനി ഞാൻ തരുന്നത് അവിടെയുള്ള പ്ലക്കാർഡുകളിൽ ഓരോന്നൂരായിട്ട് നിങ്ങൾ എഴുതുക. ഭരണഘടന അധികാര ദുർവിനിയോഗം തടയുന്ന കവചം. ഞങ്ങൾ ജനങ്ങൾ ഭരണഘടനയുടെ കാവൽക്കാർ. നിയമത്തിനു മുന്നിൽ തുല്യത, വിവേചനങ്ങളില്ല. മതേതരത്വം, നാനത്വത്തിൽ ഏകത്വം. മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. ചിത്രം പരിശോധിച്ച് താഴെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതൂ. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കാം. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭേദഗതി 1. 1951 പട്ടികകളുടെ എണ്ണം 9 ഭേദഗതി 42. 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഭേദഗതി 44. 1978 സ്വത്തവകാശം, മൗലികാവകാശം തുല്യ അല്ലാതായി. ഭേദഗതി 73-74 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം. ഭേദഗതി 86 2002 വിദ്യാഭ്യാസം മൗലികാവകാശമായി. പിന്നെ ഭേദഗതി 101 2016 ചരക്കു സേവന നികുതി, അതായത് GST. പിന്നെ ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഇവിടെ എഴുതൂ എന്ന് പറഞ്ഞ് അവിടെ ഒഴിച്ചിട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഭേദഗതി 106 ഏറ്റവും അവസാനം വന്നത്. അത് 2013 വനിതാ സംവരണ ബില്ലാണ് കേട്ടോ അവസാനം വന്നിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെയുണ്ട്, നോക്കൂ. ഒന്നാമത്തെ ചോദ്യം, 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തു? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷമേത്? 1950. മാസവും തീയതിയും ഏതാണ്? ജനുവരി 26. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്ത്? ഏത് വർഷം? ഭേദഗതി 1 1951 വന്നതാണ്. അത് പട്ടികകളുടെ എണ്ണം 9 എന്നതാണ് വന്ന മാറ്റം. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു? അതായത് 1978 വരെ നിലനിന്നു. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ എന്ന് മുതൽ? അതെ, 2002 മുതൽ വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമായി മാറി. അവസാനത്തെ ചോദ്യം, ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? 106 തവണ ചെയ്തിട്ടുണ്ട്. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരായി നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ
ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. ചെറു ഭരണഘടന 1976 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. താഴെ ഒരു ചോദ്യമുണ്ട്. പ്രധാനപ്പെട്ട ചില ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടുത്തി ഒരു ടൈം ലൈൻ തയ്യാറാക്കുക. അതിപ്പോൾ നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ തന്നെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓരോ വർഷത്തിലും വന്ന ഭേദഗതികൾ ഏതൊക്കെയെന്ന് കേട്ടോ. ഭേദഗതി 1 1951 പട്ടികകളുടെ എണ്ണം 9 ഭേദഗതി 42 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഭേദഗതി 44 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി. ഭേദഗതി 73-74 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം. ഭേദഗതി 86 2002 വിദ്യാഭ്യാസ മൗലികാവകാശമായി മാറി. ഭേദഗതി 101 2016 ചരക്ക് സേവന നികുതി. പിന്നെ ഭേദഗതി 106 2023 വനിതാ സംവരണ ബില്ല്. നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം. സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ. മദ്യവിപത്ത് നിയമം കൊണ്ടു മാത്രം തടയാനാവില്ല. ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. മുകളിൽ നൽകിയ വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാകാം അതിൻ്റെ കാരണങ്ങൾ? 3 അവിടെ തന്നിട്ടുണ്ട്. ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതുപോലെ രാഷ്ട്രീയ ഇടപെടൽ, നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ അനാസ്ഥ, നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യൽ, ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാം. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായാണ് സമീപിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ. ഇത്രയാണ് പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി തുടർ പ്രവർത്തനങ്ങളാണുള്ളത്. ഒന്നാമത്തെ നോക്കൂ. നിയമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്താ തലക്കെട്ടുകളും ചിത്രങ്ങളും ശേഖരിച്ചൊരു കൊളാഷ് തയ്യാറാക്കുവാൻ മക്കൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തേത് ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക. അത് നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവർത്തനമാണ്. അതായത് ക്ലാസ്സിൽ സെമിനാറായിട്ട് അവതരിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ക്ലാസ്സിനായി ഒരു ഭരണഘടന തയ്യാറാക്കൂ. അത് എളുപ്പമല്ലേ മക്കളെ? അത് തയ്യാറാക്കുമ്പോൾ ക്ലാസ്സിലെ അച്ചടക്കം, അതുപോലെ പരസ്പര ബഹുമാനം, ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ട തുല്യത, അതൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ നാലാമത്തെ ചോദ്യം. കുട്ടികളുടെ സുരക്ഷയും പോക്സോ നിയമവും എന്ന വിഷയത്തിൽ നിയമവിദഗ്ധരുടെ സഹായത്തോടെ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠത്തിൽ നോക്കാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടുള്ള പാഠമാണ്. ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്